അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മനുഷ്യരുമായ നല്ല തന്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല നാടുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ജീവനുള്ളവരുടെ തലവനും മരിച്ചവരുടെ നാഥനുമായ മെശിഹാ തമ്പുരാനെ, എന്നിൽ വിശ്വസിക്കുന്ന ഏവരും മരിച്ചാലും ജീവിക്കും, എന്നിൽ സങ്കേതപ്പെടുകയും ശരണം പ്രാപിക്കുകയും ചെയ്യുന്ന ഏത് ആത്മാവിനും ഞാൻ പുനരുത്ഥാനവും ജീവനും രക്ഷയുമാകുന്നുവെന്ന് നിർവ്യാജമായി നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, എന്റെ പ്രത്യാശയെ നിദ്ര പ്രാപിച്ച് ഈ താൽക്കാലിക ജീവിതത്തെ വിട്ടുമാറിയിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിനെ ഇപ്പോൾ കൃപയോടെ സ്വീകരിച്ച് വാത്സല്യപൂർവ്വം ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തണമേ. നിന്റെ അടുക്കിലേക്ക് വരുന്ന മാർഗത്തിൽ ഞങ്ങളുടെ ആത്മാക്കളെ അപഹരിക്കുവാനായി അന്തരീക്ഷത്തിലെ ഒളിവിടങ്ങളിൽ പതിയിരിക്കുന്നവരും ദുഷ്ടന്മാരുടെ നാശത്തിനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരുമായ സംഘങ്ങളിൽ നിന്ന് ഈ ദാസിയുടെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ സമാധാന ദൂതന്മാർ മൂലം നിന്റെ വിശുദ്ധന്മാരുടെ ഭാഗ്യകരമായ വാസസ്ഥാനത്തിലേക്ക് ഈ നിന്റെ ദാസിയുടെ ആത്മാവിനെ നയിച്ചു കൊള്ളണമേ. വിശുദ്ധനായ ദൈവമേ, നിന്റെ ദാസിയോട് കരുണ ചെയ്യണമേ. കാരുണ്യവാനായ ദൈവമേ, നിന്നെ വിശ്വസിച്ചവളായ ഈ സഹോദരിയെ രക്ഷിച്ചു കൊള്ളണമേ. കൃപയുള്ളവനായ ദൈവം തമ്പുരാനെ, ഈ നിന്റെ ദാസിയെയും നിന്നെ സംബന്ധിച്ച് പറയുകയും നിന്റെ സ്ത്രീവായ വന്ദിക്കുകയും
പുതിയ ജീവന്റെ വാഗ്ദാനമായ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള ഒരാത്മാവിനെ നീ ഉപേക്ഷിക്കരുത്. ദയാലുവായ ദൈവം തമ്പുരാനെ, മാമോദീസ മൂലം നീ നൽകിയതായ പ്രകാശ വസ്ത്രവും പൂർവനാകുന്ന മുദ്രയും ഈ ദാസിയുടെ ആത്മാവിൽ നിന്ന് ഒരിഞ്ഞു കളയരുത്. നിന്റെ രാജ്യത്തുള്ള വാസത്തിൽ നിന്ന് ദൂരെ ഒറ്റിക്കളയുന്നതായ കഠിന ശബ്ദം ഈ ദാസി കേൾക്കുവാനിടയാകരുത്. രണ്ടാം മരണം അനുഭവിപ്പാനും പോവുക ഞാൻ നിന്നെ അറിയുകയില്ല എന്ന് പറയുന്ന വിശുദ്ധമായ പെരുമാറ്റങ്ങൾക്ക് ശക്തി നൽകി സഹായിക്കണമേ. ദോഷരഹിതമായ നിര്യാണത്തിനും നല്ല അവസാനത്തിന് ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. അന്തരീക്ഷത്തിലെ ഉപദ്രവങ്ങളായ എതിർപ്പുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നിന്റെ കൃപയാവുന്ന ചെറുകളുടെ കീഴിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ദുഃഖങ്ങളും നെടുവീർപ്പുകളും ഇല്ലാത്തതായ നിന്റെ സന്തോഷ ഭവനങ്ങളിലേക്ക് ഞങ്ങളെ ആനയിക്കുകയും ചെയ്യണമേ. ഈ ലോകം അവസാനിക്കുകയും നിത്യലോകം ആരംഭിക്കുകയും ചെയ്യുന്ന അവസാനത്തേതും ആദ്യത്തേതുമായ മഹാദിവസത്തിൽ നിന്റെ രക്ഷ ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവയോഗ്യമാക്കി തീർക്കണമേ. നിന്റെ തിരുമുഖത്താ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്ത് ഞങ്ങളെ പന്തിക്കിരുത്തണമേ. നിന്റെ പുഷ്ടിയേറി മേച്ച സ്ഥലങ്ങളെ ഞങ്ങളെ മേയിച്ചു കൊള്ളണമേ. നിന്റെ പെരുന്നാൾ ആഘോഷത്തിൽ അണിനിരന്ന് നിൽക്കുന്നവരായ സർവരക്ഷിത സംഘത്തോടുകൂടെ നിന്റെയും കാരുണ്യവാനായ നിന്റെ പിതാവിന്റെയും വിശ്വാസികളെ ജീവിപ്പിക്കുന്നവനായ നിന്റെ വിശുദ്ധ റൂഹായുടെ കൃപയാലും മനുഷ്യ സ്നേഹത്താലും നിന്റെ ഭവനത്തിലെ പുഷ്ടി കൊണ്ട് ഞങ്ങളെ എല്ലാവരെയും പോഷിപ്പിക്കണമേ. ഉത്തമനായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. നടുരാത്രിയിലുളവായിടുമാ മകനീയതൊരു കേട്ടിടുവാ നോക്കി പാർക്കുന്നേ സംഭ്രമകരമാ വേളയതിൽ യേശു മഹാരാജാവിന്റെ വിജയപ്രവിതയം ചെയ്യും. ആനിമിഷത്തിൽ ക്രൂരന്മാർ മീഖായിൽ തൊട്ടിരന്മാർ എന്നീ വത്സല സംഘത്തിൻ തേരിന്മേലേറി വരും അന്നേരത്തിന് തീപ്പുഴയിൽ ഭീകര സിംഹാസനമുയരും. പ്രതിദാനം നൽകിയിടുന്നു ലോകാധീശൻ വിധിനാഥൻ തൽപീഠത്തിലും നേടും രക്ഷകനെ ആ കരുണത്തിൽ ചെയ്യണമെന്നോട് കാരുണ്യം ജീവമയാദേവാധീശ എപ്പോൾ ഞാൻ അവിടുത്തിടും കാണും നിൻമുഖമെപ്പോൾ ഞാൻ എന്നു വിചാരിച്ചെന്നാത്മ നിന്നെ പ്രതിദാഹിക്കുന്നു. തന്റെ സുഗന്ധവാസനാനുഭവമാക്കി തീർത്ത സുഗന്ധാധൂപവും പരിമളവാസനയുമായ കർത്താവേ, അങ്ങയുടെ കൽപ്പനയാൽ യാത്രയാക്കപ്പെട്ടിരിക്കുന്നതായ ഞങ്ങളുടെ ഈ വാത്സല്യമാതാവിൻ്റെ ആത്മാവിനെ അങ്ങയിൽ വിശ്വസിച്ചവരും അവിടുത്തെ ശരണത്തിൽ നിദ്ര പ്രാപിച്ചവരുമായ സകല വാങ്ങിപ്പോയവർക്കും ഇപ്പോൾ ആശ്വാസാനുഭവവും പാപപരിഹാരത്തിൻ്റെ സന്തോഷവും നൽകണമേ. അങ്ങയുടെ ശ്രേഷ്ഠത ഉദിക്കുകയും അവിടുത്തെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്നതായ ദിവസത്തിൽ അവിടുത്തെ വലത്ത് ഭാഗത്തെ കുഞ്ഞാടുകളോടുകൂടെ അങ്ങേക്കും അവിടുത്തെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരേറ്റുവാൻ ഈ നിന്റെ ദാസി അർഹയാക്കി തീർക്കണമേ. ഹോശോ വബുക്കുലസ്ബാൻ ലവൽമീ. പടുവൃദ്ധതയിൽ കാനാനിൽ മൃദയാം സാറായേ ഇസഹാക്കോടു ചേർന്ന അബ്രാഹാം ചെയ്താൻ സംസ്കാരം. നിൻ ശരണത്തിൽ മരണമടഞ്ഞോളെ ആത്മോക്തികളാൽ സംസ്കാരം ചെയ്വോ നാദാസ്തുതിയെന്നേവമിവൾ ന്യായ തീർപ്പിന്നാൾ നിൻവലമായി നിന്നുച്ചത്തിൽ ഘോഷിച്ചിടേണം. ഹാലേലുയ്യ ഓ ഹാലേലുയ്യ.
ബാറയ്ക്കുമോ സത്വരമൃതയിൽ ഹാവാദൻ മകളെ കേഴല്ലേ മന്നനുമേഴയും ഈ കാസപാനം ചെയ്യണം മോറാൻ തന്റെ മാറിനുണ്ടായ ജീവന ജലവും പാവന നീണവും നിൻ അംഗങ്ങളിൽ നിന്നെരുതിയും ജ്വാലകളെ നീക്കും പാതകമുക്തിയെ നീ നേടി കർത്താവേ സ്തോത്രം ഹല്ലേലൂയ എന്നാഘോഷിക്കും. ധന്യൻ സഹജേ മൃതിയാൽ നിന്നെ നീക്കി കണ്ണികളൊപ്പം മണവറയിൽ പാർപ്പിച്ചോ. നമ്മെ വിളിക്കുന്നഴലാൽ ഹാവമകൾ തൻ മരണദിനെ നമ്മൾ കുയരുന്നു തൽപാപം മോചിച്ചിടണമേ സത്തമരും ധാർമ്മികരും സഹിതം മോദമെഴും മണവറയിൽ ചേർക്കണമേ നീവളെ. വത്സല സഹജേ മരണത്താൽ ഞങ്ങളിൽ ഈ നാൾ നീ വേർപെട്ടതിനാൽ കരയരുതേ. നീ മഹിമാവോടുദ്ധാനത്തിൻ ദിവസത്തിൽ കബറിന്നെഴുന്നേൽക്കും. ശാശ്വതമാം ലോകത്തിൽ പൊരുതേജസ് അണിയും നീ. ആനന്ദിപ്പാൻ ഭാഗ്യത്തിൽ മണിയറയിൽ സംരക്ഷകനെ ദാസിയെ നീ ഏറ്റണമേ. ധാർമ്മികരും മാനസരും ചേർന്നിവള മോദിപ്പാൻ നാദ നിൻ ശ്രീപാപത്തിൽ പാലമതായി തീരണമേ. മോറിയോറാകേൻ മേലൈ നോവാദാറൈ. ദൈവാത്മജനെ ശാശ്വത രാജ്യത്താശ്വാസം നിൻ ദാസിക്കേകുക ധാർമ്മിക ശുദ്ധന്മാരോടൊപ്പം. നിൻ കൈപ്പണിയ മണ്ണിന്മേലൻപുണ്ടാകണം. ഉദ്ധാരത്തിൽ ഹതരൂപത്തെ പുതുതാക്കേണം. നിൻ രാജ്യത്തിൽ പുതുതായി വിളവകാശം നേടിയിട്ട് ആത്മീയന്മാരൊപ്പം നിന്നെ വാഴ്ത്തിയിടട്ടെ. പാതാളത്തിൽ മരണം കൂട്ടിയൊരസ്തിക്കുന്നിൻ ഏകുക ജീവൻ കൃപയാൽ നിന്നെ സ്തോത്രം ചെയ്യും. കമ്പികൾ 10 മൃത്യു തകർത്തിക മൗനം പൂണ്ടോർ ഈ വീണയിലെന്നാഥ കാട്ടുക സഹതാപം നീ. കല്ലറയുന്ന മൃതരെ ഏറ്റിട്ടുദ്ധാനത്തിൽ തേജോമയമം വസ്ത്രം നൽകുന്നോനെ സ്തോത്രം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം തങ്ങളുടെ നാളുകളോ ഹല്ലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാറക്കുമോ. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയെ നിൻ
ജീവാസുരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സൗമൻ കാലോസ് കുറിയേലായിസോൻ. വിരകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്ന് അവരവരോട് എഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. ബാറക്കുമോ ശുഭഹോല ബോല ബ്രോവൽ റോഹോ കാദീശോ. എന്റെ ശരീരം ഭക്ഷി എന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോവാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാൻ അങ്ങെത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുളിന് മഹത്വം വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ആശ്രയത്തെ കുറിച്ച് മരിച്ച് നിന്റെ അവരെ നീ വാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവരും വാഴ്ത്തപ്പെട്ടവനാകുന്ന ശരീരങ്ങളും ആത്മാക്കളും പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും ആവാസവും ഞങ്ങളെല്ലാവരോടും തിരുഹിത പ്രകാരം ഈ ലോക ജീവിതത്തിൽ വാങ്ങിപ്പോയ ഈ മാതാവിന്റെ ആത്മാവിനോടും ദുഃഖിതരായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളോടും ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നവരോടും സദാ വർദ്ധിച്ചിരിക്കുമാറാവട്ടെ. ആമീൻ. സംസ്കാര ശുശ്രൂഷയുടെ ഒന്നാമത്തെ ക്രമം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഈ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ ബഹുമാന്യരായ ജീനച്ചൻ, കെ തോമസ് അച്ഛൻ, ലിജോ മോനച്ചൻ എന്നിവരോടുള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു. അതുപോലെ കോട്ടയം ഭദ്രാസന സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഭദ്രാസന ഡയറക്ടർ ബഹുമാനപ്പെട്ട വിനോദ് സാറ്, അതുപോലെ പാമ്പാടി ഡിസ്ട്രിക്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള അധ്യാപകർ ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അവരോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. മൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുയിരിൻ തിരുമേയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗെ സ്തൗമൻ കാലോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് കരുണയും അനുഗ്രഹങ്ങളും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പോഴ്ചയും ഒരു നാളും മാഞ്ഞുപാത്ത നല്ല ഉന്നതിയും സദാ നേരത്തും ഇടവിടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകൾ നേരം കാലങ്ങളിലും അടിയങ്ങളായി സോടിരിക്കുന്ന നേരമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആദിയിൽ ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും
എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധമാലാമാന്റെ ഒരുവാനിക്കുന്നതായ മനുഷ്യതമ്പുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുവുമ്പാകെ പരിഭ്രമിച്ച് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപന്മാർ സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചേർന്നു പോയ സർവ്വ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെ സൃഷ്ടാവ് നിർമ്മിതാവെന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തികളെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പ് വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനിൽ ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരളിച്ചതുള്ള വചനം ഞങ്ങളിലും ഈ നിന്റെ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതരും നിന്റെ വലത്തുഭാഗത്തുനിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴെപ്പോഴും നീക്കും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മക്കളുടെ അപ്പൻ കൃപ ചെയ്യുവതുപോലെ ഹാലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരനുടെ നാളുകളോ ഹാലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയെ നിൻ ജീവാസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സ്തവൻ കാലസ്കുറിയേലായി സോൻ വിരകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാർക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തെട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുളിന്നു മഹത്വം. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഉയർപ്പ് ആശ്രയത്തെ കുറിച്ച് മരിച്ച് എന്നെ നോക്കി പാർക്ക് നിങ്ങളെ മരിച്ചൊരു പുണ്യമാക്കണമേ. യാക്കോവിന്റെയും മടിയിൽ അവരെ വസിപ്പിക്കണമേ. വന്നവനും വരുന്നവരും മരിച്ചവരുണ്ടാക്കും വാഴ്ത്തപ്പെട്ടവനാന്ന് വന്ന് ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിങ്ങൾ ചെറിയമാറാകണമേ. ആമീൻ. ബാറയ്ക്കുമോർ പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും ഏകജാതനാം പുത്ര അവിടുത്തെ കൃപയും പരിശുദ്ധ സംബന്ധവും സവാസവും ഞങ്ങളെല്ലാവരുടെ മേലും വിശേഷിയ ഞങ്ങൾ നിന്ന് കടന്നുപോയ ഈ മാതാവിൻ്റെ ആത്മാവിൻ്റെ മേലും ഈ മാതാവിൻ്റെ വേർപാട് ദുഃഖിച്ചു വീഴുന്ന എല്ലാവരുടെ മേലും ഇന്ന് നടക്കുന്നതായ എല്ലാ ക്രമീകരണങ്ങളുടെ മേലും ശുശ്രൂഷയിന്മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. ഭവനത്തിൽ കടന്നു വന്ന പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ മുൻവികാരി ആദരണീയനായ ജോസഫ് മാത്യു അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹവും ഈ സമയത്ത് അറിയിക്കും. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസ കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ
രക്തശരീരങ്ങൾ കൈക്കൊണ്ട് ഭക്തരതായി മരിച്ചോർക്കരുളണമേ നല്ലോർമ്മ നിന്റെ മഹത്വമോദിക്കും നാൾ നിൽക്കണമിവൾ വലഭാഗത്തിൽ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണയുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നുമെന്നേക്കും ചെറിയ. ആമേൻ. മരണമുള്ളവരെ പാവമരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായുള്ളവേ, അനിത്യമായി ലോകത്തിൽ നിന്നും നിന്റെ കരുണയുടെ ശരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ മാതാവിന് വേണ്ടി നിന്നോട് അടിയങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസം ഈ മകൾക്ക് സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തിലുള്ള വിരുന്നിൽ തോഴന്മാരുകൂടെ ഇവളെ നീരുത്തണമേ. എന്തെന്നാൽ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനും ഉത്തമനും മനുഷ്യ സ്നേഹമുള്ളവനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യദൈവമേ, നിനക്കെന്നേക്കും ബഹുമാനം കടപ്പെട്ടിരിക്കുന്നു. ഹോശോ വാഴ്ത്തുക നാഥനെ എന്നാത്മാവേ, ഹല്ലേലൂയ. ഓർക്കുകതൽ പ്രതിദാനങ്ങൾ നാശമൊഴിച്ചവനം ചെയ്യും. ഹല്ലേലൂയ. വേദനകൾ കേകും ശമനം ബാറക്കുമോ. എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുന്നോൻ എന്നിലമർന്നിടും അവനിൽ താൻ ഞാനും അമർന്നിടും അവസാനം. ജീവൻ ഞാനവനെ കീടുമെൻ ഓതിയ നിൻ മൊഴി നിറവേറ്റാൻ വിശ്വാസമെഴും മൃതലോകം നിൻവരവിൻ ദിവസത്തിനായി നോക്കി പാർക്കും നിന്നാഥ നിൻ പ്രത്യാശയിൽ നിദ്രിതരാം നിന്നടിയാരെ കർത്താവേ
കൃപയാൽ ജീവിപ്പിക്കേണം സ്തൗമൻ കാലോ. പാർക്കുപോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഔന്നത്യവും സദാ സമർപ്പിക്കുവാൻ അടിയങ്ങൾക്ക് യോഗ്യത നൽകണമേ. നാശത്തോടെ വിതയ്ക്കപ്പെടുന്ന മരിച്ചവരെ നാശം കൂടാതെ ഓർപ്പിക്കുകയും അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നവരെ മഹത്വത്തോട് ജീവിപ്പിക്കുകയും ചിതറിയിരിക്കുന്നവയും ബലഹീനമായുള്ള അസ്ഥികളെ ശക്തി ധരിപ്പിക്കുകയും ജഡീയമായ ശരീരങ്ങൾക്ക് ആത്മീയമായ അവസ്ഥ നൽകുകയും ചെയ്ത ജ്ഞാനമുള്ള സൃഷ്ടാവും സ്ഥിരതയോട് നവീകരിക്കുന്നവനുമായ തന്നെ നാം ഓർത്ത് മഹത്വപ്പെടുത്തണം. അവിടുത്തെ ദാസിയുടെ സംസ്കാര ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയങ്ങളായി സോടിരിക്കുന്ന നാളുകളൊക്കെയും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. കൊൽഹുന്യാവുമോ മരണമില്ലാത്തവനും അഴിവില്ലാത്തവനുമായ ദൈവവും മരണമുള്ളതും അഴിവുള്ളതുമായ ഞങ്ങളുടെ സ്വഭാവത്തിന്റെ നാഥനും സൃഷ്ടാവും ശരീരത്തിലിരിക്കുന്നവനും ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നവനുമായ സർവരുടെയും ദേഹികളും ആത്മാക്കളും തൻ്റെ കയ്യിലിരിക്കുന്നവനുമായി നീതിമാന്മാരുടെ ശരണവും പുണ്യവാന്മാരുടെ പ്രത്യാശയായുള്ളവേ, സർവരുടെയും സഹായത്തിനും രക്ഷയ്ക്കുമായി നീ മുൻകൂട്ടി സൂക്ഷിച്ചുകൊണ്ട് ഇവിടെയുള്ള ആയുസ്സിലും അവിടെയുള്ള യാത്രയിലും എല്ലാവരും ഉചിതമായിരിക്കുന്നവേ നീ നൽകുന്നു. നിന്റെ സംരക്ഷണയുടെ പരിശോധിക്കപ്പെടാനാവാത്ത ആഴത്തിൻ പ്രകാരവും സർവത്തെയും കവിയുന്നതായ നിന്റെ മുന്നറിവിനാൽ ഈ ആയുസ്സിൽ നിന്നും ഈ ആത്മാവിനെ നീ നീക്കിയിരിക്കുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമ്പത്തിൻ പ്രകാരവും ആർദ്രകരണയിൻ പ്രകാരവും ഇതിനോടുകൂടി അനുയാത്ര ചെയ്ത് അവിടെയുള്ള ഭയങ്കര കടവിൽ നിന്നും അതിന് നേരിടാവുന്ന പ്രതികൂല എതിർപ്പിൽ നിന്നും അതിനെ നീ വീണ്ടും കൊള്ളണമേ. സമാധാന ദൂതന്മാർ മൂലം അതിനെ നീ സ്വീകരിക്കണമേ. ഈ നിന്റെ ദാസി മനസ്സുകൂടാതെയോ അറിവോടോ അറിവുകൂടാതെയോ ചെയ്തിട്ടുള്ള പാപങ്ങളും തെറ്റുകളും നീ പുണ്യമാക്കി നിന്റെ അളവില്ലാത്ത അനുഗ്രഹങ്ങളുടെ ബഹുത്വത്തിന് പ്രകാരം നീ ക്ഷമിച്ച് മായ്ക്കണമേ. ഞങ്ങളെല്ലാവരും പൂഴികളാകുന്നുവെന്നും പാപങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്നും സ്ത്രീയിൽ നിന്ന് ജനിച്ചവരിൽ നിന്റെ മുമ്പാ കുറ്റമില്ലാത്തവനില്ല എന്നും ഒരു നാഴിക പോലും ഭൂമിയിൽ പാപം കൂടാ ജീവിപ്പാനും വസിക്കുവാനും കഴിവില്ല എന്നും നീ ഓർത്തുകൊള്ളണമേ. എന്നാലോ കാരുണ്യവാനായ കർത്താവേ, ഹൃദയപൂർവ്വം നിന്റെ അടുക്കിലേക്ക് അടിയങ്ങൾ സങ്കടത്തോട് നിലവിളിക്കുന്നു. കരുണയുള്ളവനെ പോലെയും എല്ലാവരോടും കരുണ ചെയ്യുന്നവനെ പോലെയും നിന്റെ കൃപയും മനുഷ്യസ്നേഹവും ഈ മകൾ ഉദിപ്പിക്കണമേ. പ്രകാശത്തിന്റെ ഭവനങ്ങളിലും സ്വർഗത്തിൽ പേരെഴുതപ്പെടുന്ന ആദ്യജാതന്മാരുടെ ഊർശ്ലേമിയ സഭയിൽ ആശ്വാസ സ്ഥലത്ത് ഈ മകളെ വസിപ്പിക്കണമേ. നിർവ്യാജമായ നിന്റെ വചനപ്രകാരം ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ നീ ആകാശമേഘങ്ങൾ എഴുന്നള്ളുകയും നിന്റെ വിശുദ്ധ മാലാഖമാർ മൂലം ആകാശത്തിന് 4 കോണുകളിൽ നിന്ന് നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ നീ കൂട്ടിച്ചേർക്കുകയും സകലത്തെയും ജീവിപ്പിക്കുന്ന നിന്റെ ശബ്ദത്താൽ കവറിലിരിക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമ്പോൾ, കർത്താവേ, ഇന്ന് ഞങ്ങളുടെ ഇടയിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ഈ ഞങ്ങളുടെ നമ്മുടെ മാതാവിൻ്റെ ആത്മാവിന് അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ നീ ഓർത്തുകൊള്ളണമേ. ഇവളുടെയും ഞങ്ങളുടെയും ലജ്ജാകരമായ പ്രവൃത്തികളും ഞങ്ങളുടെ നിന്ദ്യമായ കാര്യങ്ങളുടെ നാണത്തെയും നിന്റെ ഭയങ്കര സിംഹാസനം മുമ്പാകെ നിന്റെ കരുണ മൂടിക്കളയുവാനിടയാകണമേ. കർത്താവേ, നിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നീ ഞങ്ങളെ സൃഷ്ടിക്കുകയും നിന്റെ വിശുദ്ധ തൃക്കൈകളാൽ ഞങ്ങളെ മെനയുകയും ഞങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം നിന്റെ കഷ്ടാനുഭവത്താൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും ചെയ്തു. ഞങ്ങളുടെ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അനുസൃതമായി
നീ ഞങ്ങളെ ന്യായം വിധിക്കുന്നെങ്കിൽ മനുഷ്യജാതം ചെയ്തിട്ടുള്ള എല്ലാവർക്കും ദുരിതമാകുന്നു. ആകയാൽ ഉത്തമനെ ദയ തോന്നണമേ, ക്ഷമിക്കണമേ, കരുണയുള്ളവനെ മനസ്സലിയണമേ. നിന്റെ മുമ്പാകെ ഉണ്ടാകുന്ന സകല ലജ്ജയിൽ നിന്നും നാണത്തിൽ നിന്നും വരുവാനിരിക്കുന്ന നരകവേദനയിൽ നിന്നും ഈ മകളെയും ഞങ്ങളെയും നീ വീണ്ടുകൊള്ളണമേ. വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ, ദുഃഖിതരെ ധൈര്യപ്പെടുത്തണമേ. പാവങ്ങളാലും തിന്മകളാലും മലിനപ്പെട്ടവരെ കുറ്റമില്ലാത്ത നല്ല അവസാനത്തിനും മോപ്രസന്നതയ്ക്കും യോഗ്യത ഉള്ളവരാക്കണമേ. എന്തെന്നാൽ ദൈവമേ, നീ സർവരോടും കരുണ ചെയ്യുന്നവനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ ദൈവമാകുന്നുവല്ലോ. നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും യോഗ്യമാകുന്നു. ഹോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരം, പാപങ്ങൾക്ക് മോചനം രണ്ട് ലോകങ്ങളിലും എന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. സ്വർഗീയാംഗ്യം വത്സലരെ, ആത്മത്തെ മെയ്യതിൽ നിന്നും നീക്കി നയിപ്പാൻ വാനവരെ വിട്ടിടുമ സമയം ഘോരം. ദൂതന്മാരെ ദൂരെ കണ്ട് ആത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടനേതൻ ചരിതത്തെ പരിശോധിപ്പൂ. പാപമലീനസമാണെങ്കിൽ താപമോടാത്മം കേഴുന്നു. സൽക്കർമ്മങ്ങളെ ദർശിച്ചാൽ ഉൾക്കുതുകത്തോനോദിടും. ദേവേശ നിൻ തിരുമയും രക്തവും എന്നെ നീ തീറ്റി, ന്യായസ്ഥാനത്തവരണ്ടും ധൈര്യമെനിക്കേകിടട്ടെ. ശുദ്ധന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും. സ്തോത്രം നിഖിലം പോലവസാനദിനെ പാരും. വാനും മായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർനികരം നീങ്ങുമ്പോൾ നാഥ സാത്തികളോ തന്നെ കാത്തിടണം. വാഴ്ത്തും ഞാൻ നിന്നെ. ലോകത്തിൽ ലാസറിന് യായി റോസിൻ പുത്രിക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം താൻ നിന്നെ പുനരുത്ഥാനത്തിൽ മണ്ണിതിൽ നിന്നും ജീവിപ്പിക്കട്ടെ. നിന്നിഷ്ടം ചെയ്തൊരു ധാർമ്മികർതൻ പ്രാർത്ഥനയാലെ ജീവിത ലക്ഷ്യേ വിശ്രാമം നേടി അന്ത്യേ സർവേശ നിന്നുടെ കരുണ ഭാജനമായി തിന്തിരുനാമം സ്തുതി ചെയ്യണമിവൾ. ബാറക്കുമോർ ശുഭഹോലാബോല ബറൂബൽ റൂഹോ കാദേശോ എൻ ഗാത്രം പക്ഷി ചുരുകും രുധിരം പാനം ചെയ്തോനേ നാം. വെടിയാശിയോളിൽ എന്നാൽ അവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായൻ ഈശൻ ചൊന്നോ രാവചനം സ്തുത്യം. മൃതരേയോത്ഥാനത്തിൽ സ്വർഗേ കാൺമാൻ കർത്താവേ ഭാഗ്യം നൽകേണം. നീതി വിധീശനോടാത്മാവേവം
ചോദിടുന്നതു ഞാൻ കേട്ടേനല്ലോ. മൃതികതരെ പ്രതിനാഥ അങ്ങേർപ്പിക്കും ബലികളിൽ നന്നേരോതി പാപികളീന്നും ശിഷ്ടന്മാരെ വേറാക്കിടാൻ ഈറേന്മാർ വന്നിടുമ്പോൾ കാരുണ്യത്തിൻ ചിറകിൻ കീഴിൽ നാദ ചേർത്തിവളെ കാക്കുക നരക തേന്നോ. ഇവളെ വിധിച്ചിടരുതേ നാഥ, ജീവിപ്പവരിലവൻ വിമലൻ തിരുമുൻപാകെ. നാഥ ഇവളിൽ സ്ഥിതി ചെയ്തിടോ നിന്നോഹരിയാഗ്നി കിരയായി നൽകിടല്ലേ. ആർദ്രതയാൽ നാഥ ദേവ ദാസിക്കേ ഗണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നിൽ ദീർത്തണമേ വലമായി ഇവളെ ധർമ്മിഷ്ഠന്മാരോത് അൻപാൽ നീ പാർപ്പിക്കണം. ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കേ. പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടൊന്നാക്കേണം. ആ നിരയിൽ സ്തോത്രം നാദ പാടിയിടട്ടിവൾ നിൻ പേർക്കായി. മൃതരും ജീവിക്കും തോറും വാഴ്ത്തിടും നിന്നെ എന്നും. ആർദ്രതയാൽ നാഥാദേവ ദാസിക്കേ ഗണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നിൽ ദീർത്തണമേ വലമായി മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹല്ലേലൂയ. പോക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പോലെ ബറൂവൽ റൂഹോ കാദീശോ. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയനീ. ജീവാസ്വരം അതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സ്തൗമൻ ഗാലസ് കുറിയേലായി. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ അവരവരുയിരോട് എഴുന്നേറ്റു ഉയരേകുന്നേ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്വോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാനെന്നും അവൻ ജീവിപ്പാൻ അങ്ങേ തീട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുളിന് മഹത്വം. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ നീ പുത്തനാക്കി അനുകൂലമാക്കണമേ. കർത്താവ് എന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ചു വരവിനായി നോക്കി പാർക്കുന്ന മരിച്ചുപോരെ പുണ്യപ്പെടുത്തണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോവിന്റെയും അടിയിൽ അവരെ പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മരിച്ചവരെ അനുകൂലമാക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശരീരങ്ങളും ആത്മാക്കളും പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനാം പുത്രൻ തമ്പുരാന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സംബന്ധ അധിവാസവും കരുണയുള്ളവനായ കർത്താവ് അടിയങ്ങൾ ഓരോരുത്തരുടെ മേലും വിട്ടുവരും ഞങ്ങളുടെ സന്നിധിയിലായിരിക്കുന്ന ഈ അനുഗ്രഹീതമായ കൊച്ചമ്മയുടെ ആത്മാവോടുകൂടെയും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ.
കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നല്ല ഒരു അമ്മയെ യാത്രയിപ്പാനായിട്ട് നാം ഒരുങ്ങുകയാണ്. ഒരു പുരോഹിതൻ്റെ പത്നി എന്ന നിലയിലും അതിലുപരിയായി പ്രിയപ്പെട്ട മക്കളുടെ അമ്മ എന്ന നിലയിലും ഈ ലോകത്ത് തമ്പുരാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്ത ബോധത്തോട് നിർവഹിച്ച് കടന്നുപോയിരിക്കുന്ന ഈ പ്രിയപ്പെട്ട അമ്മ കഴിഞ്ഞ 88 വർഷമായി ഈ ലോകത്തിൽ നമുക്കൊക്കെയും ദൃശ്യലോകത്ത് കാണപ്പെട്ട വ്യക്തിയായിരുന്നു. ഇനി അദൃശ്യ ലോകത്ത് സ്വർഗീയ പിതാവിൻ്റെ സന്നിധിയിൽ വിശുദ്ധന്മാരോടൊന്നിച്ചുള്ള വാസത്തിനായി ഈ പ്രിയപ്പെട്ട അമ്മ വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്. പൂർവ്വപിതാക്കന്മാരാകുന്ന അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദേശത്തേക്ക് വിശുദ്ധന്മാരുടെയും സിദ്ധന്മാരുടെയും പിതാക്കന്മാരുടെയും ദേശത്തേക്ക് ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം വസിക്കുന്ന ദേശത്തേക്ക് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനായ യേശുക്രിസ്തുവിൻ്റെ ദേശത്തേക്ക് സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ട ആദിജാതനിലേക്ക് ഈ പ്രിയപ്പെട്ട അമ്മ യാത്ര ആകുകയാണ്. ഭൂരിപക്ഷത്തോട് ചേരുന്ന ന്യൂനപക്ഷത്തിലെ ഒരു വ്യക്തിയാണ് ഈ പ്രിയപ്പെട്ട അമ്മ. ഇമ്പങ്ങളുടെ പ്രതീക്ഷയിൽ അമ്മ തീർച്ചയായും ഉണ്ടാകും, നമുക്ക് ഉറപ്പായി അറിയാം. 21-22 വർഷങ്ങൾക്ക് മുമ്പ് കാലയവനികയ്ക്കുള്ളിൽ മറയപ്പെട്ട വന്ദനായ ജേക്കബ് അച്ഛൻ 2003 അച്ഛൻ ഈ ലോകത്തിൽ നിന്ന് യാത്രയാകുന്നത്. ഞാൻ പട്ടം ഏറ്റ ആ സമയത്താണ്. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, മൃതശരീരം ഈ ഭവനത്തിൽ വന്ന സമയം മുതൽ അത് ദേവാലയത്തിൽ സംസ്കരിക്കുന്ന പൂർണ്ണ സമയം ഈ ഭവനത്തിൽ ഒരു കൊച്ചച്ഛനായി ഈ പ്രിയപിതാവിൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് സജീവമായി സാന്നിധ്യം വഹിച്ചത് ഇന്നലെ പോലെ ഓർക്കുകയാണ്. അതിനുശേഷം പല പ്രാവശ്യം ഈ പ്രിയപ്പെട്ട കൊച്ചമ്മയെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിലുപരിയായി ഇവിടെ വികാരിയായി സേവനമനുഷ്ഠിച്ച കാലത്ത് എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ വന്ന് വിശേഷം അന്വേഷിക്കും. ആ കാലഘട്ടത്തിൽ കൊച്ചമ്മ പള്ളിയിൽ ആക്റ്റീവായി വരുന്ന ഒരു സന്ദർഭമാണ്. അങ്ങനെ ഒരു സജീവ സാന്നിധ്യം തന്നെയല്ല, അച്ഛൻ്റെ മകനുമായി പ്രിയപ്പെട്ട മക്കളുമായി മരുമക്കളും ഒക്കെയായി ഒരു സ്നേഹബന്ധത്തിൻ്റെ ആഴത്തിലൂടെ കടന്നു പോകാൻ തമ്പുരാൻ സഹായിച്ചിട്ടുണ്ട്. പുണ്യവതിയാണ് ഈ അമ്മ. അല്പകാലം രോഗിയായി കടന്നു. അനുദപിക്കുവാനും കഴിഞ്ഞകാല ജീവിതത്തെ ഒരു വീണ്ടും വിചാരണത്തിന് വിധേയപ്പെടുത്തുവാനും ഉള്ള അവസരം ആണ് യഥാർത്ഥത്തിൽ അമ്മയ്ക്ക് ലഭിച്ചത്. നല്ല പരിചരണവും ശുശ്രൂഷയും സന്തോഷത്തോട് അമ്മ ഏറ്റെടുത്തു. എല്ലാ ദൈവിക നന്മകളും കൃപകളും ഈ അമ്മയ്ക്ക് നേരുകയാണ്. വിശുദ്ധന്മാരുടെ നാട്ടിൽ സൗഭാഗ്യകരമായ വാസം ഈ അമ്മയ്ക്ക് ലഭിക്കട്ടെ എന്ന് വസിക്കുന്നു, എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ സമൂഹത്തിൽ, പാട്ടുപാടുന്നവരുടെ കൂട്ടത്തിൽ, മാലാഖമാരുടെ ഗണത്തിൽ സജീവമായി അറിയുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും മനംതിരിയുവാനും സന്തോഷിക്കുവാനും ഉല്ലസിക്കുവാനും ഒക്കെയുള്ള വലിയ വിശേഷത്തിലേക്കാണ് ഈ പ്രിയപ്പെട്ട അമ്മ കലർത്തപ്പെട്ടിരിക്കുന്നത്. ദൈവം ഒരു വിശുദ്ധ മാടപ്രാവ് പോലെ ഈ അമ്മയുടെ ആത്മാവിനെ ദൈവസന്നിധിയിൽ സ്വീകരിക്കട്ടെ. അഥവാ ഇഹത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകൾ ക്ഷമിക്കുവാൻ മഹാക്ഷമയുള്ള ദൈവത്തിന് കഴിയും. അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സംഭവിക്കും. ദൈവം ഈ അമ്മയെ ചേർത്ത് എൻ്റെ പ്രിയപ്പെട്ടവളെ എന്ന അനുഗ്രഹീതമായ വിളി കേൾക്കുവാൻ ഈ അമ്മയ്ക്ക് തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖം ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുടെ ദുഃഖങ്ങളോട് ചേർത്ത് വെക്കുകയാണ്. ദൈവം ആശ്വാസം നൽകി അനുഗ്രഹിക്കട്ടെ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു.
ചാവിനെ വന്നുയർത്തവൻ വാനലോകമതിൽ ചെന്നു സാധുവെന്നെ ഓർത്തു നിത്യം താതനോടു യാചിക്കുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗകനാൻ നാട്ടിലാക്കുവാൻ. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തെന്നെ സ്വർഗകനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിന്മേൽ ജയമേകി വേഗം വരാമെന്നുരച്ചിട്ടാമയം തീർത്താശ നൽകി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. നല്ല ദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. നല്ല ദാസൻ എന്നു ചൊല്ലുന്ന തന്റെ മുൻപാകെ ലജ്ജിതനായി തീർന്നു പോകാതെ. നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഭാഗ്യമേറും മഹോത്സവ വാഴ്ചക്കാലം വരുന്നല്ലോ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ. എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ. മാർവിലെന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. ഹായെനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കി. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ,
ഇന്ന് ഈ മാതാവിൻ്റെ വേർപാടിനോടനുബന്ധിച്ച് പ്രിയപ്പെട്ട മാതാവിനെ ഏറ്റവും മംഗളകരമായി യാത്രയാക്കുന്ന ഒരു ഒരുക്കത്തിനാണ് നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഈ ഭവനം പകലോമറ്റം വെട്ടിക്കുന്നേൽ കുടുംബത്തിലെ ഒരു അംഗമായ ഒരു ഭവനമാണ്. പാമ്പാടി മാട്ടേൽ പാമ്പാടി ശാഖയുടെ ഒരംഗം കൂടിയാണ്. ഈ ഭവനത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ആരോടും തന്നെ ഒന്നും പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. കാരണം പാമ്പാടി ശാഖ, വെട്ടിക്കുന്നേൽ കുടുംബയോഗത്തിൻ്റെ പാമ്പാടി ശാഖയിൽ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച പ്രിയപ്പെട്ട കക്കാട്ട് അച്ഛൻ്റെ ഭവനമാണിത്. ഈ മാതാവ് ഒരു ഭാര്യയായി, കുടുംബിനിയായി പ്രിയപ്പെട്ട മക്കളെയൊക്കെയും നല്ല നിലയിൽ വളർത്തി അവർക്കൊക്കെ നല്ല മാനങ്ങൾ കൈവരുത്തുവാനായിട്ട് അതിൻ്റെ തുണയായിട്ട്, പിന്തുണയായിട്ട് നിന്ന ഒരു മാതാവാണ്. പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൽ വെട്ടിക്കുന്നേൽ പാമ്പാടി ശാഖയുടെ എല്ലാ ആദരവുകളും യാത്രാമംഗളങ്ങളും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. അതോടൊപ്പം പകലോമറ്റം മഹാകുടുംബത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന പ്രിയപ്പെട്ട പനയമ്പാല ചാക്കോ സാറ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം അല്പസമയം ആശ്വാസവചനങ്ങൾ നൽകുകയും അതോടൊപ്പം പകലോമറ്റം യോഗത്തിലെ ഒരു അംഗം മരണപ്പെട്ടാൽ കുടുംബയോഗത്തിൻ്റേതായ ഒരു പതാക സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ചാക്കോ സാറിൻ്റെ പ്രസംഗത്തിന് ശേഷം ആ ചടങ്ങ് കൂടി നിർവഹിക്കാനായിട്ട് ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയമുള്ളവരെ, ധന്യമായ ഒരു ജീവിതം കാഴ്ചവെച്ചിട്ട് നിത്യ ഭവനത്തിലേക്ക് യാത്രയാകുന്ന ഈ പ്രിയപ്പെട്ട അമ്മയ്ക്ക്, കുടുംബിനിക്ക്, അധ്യാപികയ്ക്ക് നമ്മൾ യാത്രാമംഗളം നേരാനിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഈ ഭവനത്തിൽ വരുമ്പോൾ പ്രിയപ്പെട്ട വിജി പറഞ്ഞതുപോലെ കക്കാട്ടെ അച്ഛനെ ഓർക്കാതെ നമുക്ക് ഒരു കാര്യവും പറയാൻ സാധ്യമല്ല. കാരണം ഈ നാട് മുഴുവൻ നിറഞ്ഞു നിന്ന് നാടിനു വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രവർത്തിച്ച ഒരു ഉത്തമ പുരോഹിതൻ, മനുഷ്യസ്നേഹിയായ ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹം ഈ നാടിന് നൽകിയതാണല്ലോ ഈ പള്ളിയും ഈ സ്കൂളുമൊക്കെ. അത് അദ്ദേഹത്തിൻ്റെ നിത്യസ്മരണയ്ക്കായിട്ട് അവിടെ നിലകൊള്ളുക തന്നെ ചെയ്യും. ഒരു ഭർത്താവിൻ്റെ പ്രവർത്തന മണ്ഡലത്തിൽ വിജയം ഉണ്ടാവുന്നതിന് ഭാര്യയുടെ സ്വാധീനവും പ്രേരണയും അതുപോലെ തന്നെ സപ്പോർട്ടും പിന്തുണയും അനിവാര്യമാണ്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട അച്ഛൻ്റെ നേട്ടങ്ങൾക്ക് പിന്നിൽ നിശബ്ദമായി പ്രവർത്തിച്ച ഒരു സ്നേഹനിധിയായ അമ്മയാണ് യാത്രയാകുന്നത്. പാമ്പാടിയെ സംബന്ധിച്ചിടത്തോളം 3 വൈദികരെ, PC യോഹന്നാൻ റമ്പാച്ചനും ഐക്യപടവിലച്ഛനും കക്കാട്ടെ ജക്കബച്ചനും, ഇത് 3 പേര് ഏതാണ്ട് ഒരു അരനൂറ്റാണ്ട് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി കൂട്ടായി പ്രവർത്തിച്ചിട്ടുണ്ട്. KG കോളേജ്, ദേറായോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങൾ, പാമ്പാടിലെ സെൻട്രൽ ഓർത്തഡോക്സ് കൺവെൻഷൻ, ഇവയെല്ലാം ഈ ത്രിമൂർത്തികളുടെ പ്രവർത്തന ഫലമായി ഉയർന്നു വന്നിട്ടുള്ളതാണ്. 1980
KG കോളേജ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് ഈ പണപ്പിരിവ് നടത്താൻ ഈ ത്രിമൂർത്തികൾ എൻ്റെ ഭവനത്തിൽ വന്നത് ഞാൻ ഓർക്കുന്നു. വിഷയം അവതരിപ്പിച്ചത് നമ്മുടെ ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ശൈലി. അതുകൊണ്ട് ഈ ഭവനം അനുഗ്രഹിക്കപ്പെട്ടതാണ്. കാരണം നാടിനും സമൂഹത്തിനും നന്മ ചെയ്ത ഒരു പിതാവിൻ്റെ ഭവനമാണിത്. അതുകൊണ്ട് ഈ അമ്മയുടെ വേർപാട് ഈ നാടിന് മൊത്തം ദുഃഖം പകരുന്നുണ്ട്. അമ്മ അത് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഭവ്യമായ നാമമാണ്. കാരണം ദൈവം സ്നേഹമാണ് എന്ന് നാം അറിയുന്നു, വിശ്വസിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ പ്രതിനിധിയാണ് അമ്മ. ഒരു കുടുംബത്തിലെ അമ്മ ആ കുടുംബത്തിൻ്റെ മറ്റ് അംഗങ്ങളെ സ്നേഹത്തിലൂടെ പ്രചോദിപ്പിക്കുന്ന, പ്രേരിപ്പിക്കുന്ന, ചലിപ്പിക്കുന്ന ഒരു വലിയ ഊർജ സ്രോതസ്സാണ് അമ്മ. നമുക്കറിയാം, ലൈറ്റുണ്ട്, ബൾബുണ്ട്, TV ഉണ്ട്, ഫ്രിഡ്ജുണ്ട്. ഇതൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ ഊർജം വേണം. ഊർജമില്ലെങ്കിൽ ഇതൊക്കെ നിശബ്ദമായിട്ട് ഇരിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നൽകുന്ന ഊർജമാണ് സ്നേഹം. എവിടെ ഏതൊരു ഭവനത്തിൽ സ്നേഹമതിയായ ഒരു അമ്മയുണ്ടോ ആ ഭവനം ധന്യമാണ്, അനുഗ്രഹീതമാണ്. തീർച്ചയായും ഈ ഭവനവും ഈ അമ്മയിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു. മാത്രമല്ല, ഒരു പ്രധാനാധ്യാപിക എന്ന നിലയിൽ ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു കൊടുത്ത ഒരു മാതൃകാധ്യാപികയും കൂടിയാണ്. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട അമ്മയുടെ വേർപാട്, ഇപ്പം ശൂന്യ നോമ്പിൻ്റെ കാലമാണ്. ലോകത്തിൻ്റെ അമ്മ, മനുഷ്യ സമൂഹത്തിൻ്റെ മൊത്തം അമ്മയുടെ സ്വർഗാരോഹണത്തെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുന്ന സന്ദർഭമാണ്. അപ്പോൾ ഇതാ ഈ ഭവനത്തിൽ നിന്നും ഒരു മേരി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നു. പക്ഷെ ഇത് നമുക്കറിയാം, ഇതൊരു താൽക്കാലികമായ ഈ ജീവിതത്തിൽ നിന്ന് നിത്യതയിലേക്കുള്ള യാത്രയാണ്. അതുകൊണ്ട് ദുഃഖിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുണ്ട്. കാരണം ഓരോരുത്തർക്കും വേണ്ടി സ്വർഗത്തിൽ ഭവനം ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മുടെ കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഈ പ്രിയപ്പെട്ട അമ്മയ്ക്കും അവിടെ ഒരു ഭവനമുണ്ട്. നമുക്കറിയാം, താൽക്കാലികമായ നശ്വരമായ ദുഃഖവും വേദനയും നിറഞ്ഞ ഈ പഞ്ചരത്തിൽ നിന്നും ആത്മാവിൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്ര, അതാണ് മരണം. അതുകൊണ്ട് മരണം മനോഹരമാണ്. മരണത്തിൽ നമുക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നത് കക്കാട്ട് കുടുംബം മാട്ടയിൽ കുടുംബത്തിൻ്റെ ഭാഗമാണ്. മാട്ടയിൽ കുടുംബം മണ്ണർകാട് വെട്ടിക്കുന്നേൽ കുടുംബത്തിൻ്റെ ഭാഗമാണ്. മണ്ണർകാട് വെട്ടിക്കുന്നേൽ കുടുംബം കുറവലങ്ങാട് പകലോമറ്റം മഹാകുടുംബ യോഗത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പകലോമറ്റം മഹാകുടുംബ യോഗം ഇന്ന് കേരളം നിറച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ട് കുടുംബ വ്യവസ്ഥയാണ്. 35,000-ഓളം ഭവനങ്ങൾ, 12 ജീവിക്കുന്ന മെത്രാന്മാർ, 300-ലധികം പുരോഹിതന്മാർ കേരളത്തിലും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമായി 35,000-ഓളം അംഗങ്ങളുള്ള കുടുംബങ്ങളുള്ള ആ വലിയ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നത്. അതുകൊണ്ട് പകലോമറ്റം മഹാകുടുംബ യോഗത്തിൻ്റെ പ്രാർത്ഥനയും ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. മാതാവിൻ്റെ വേർപാടിൽ വേദനിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും ആശ്വസിപ്പിക്കാൻ ദൈവത്തിനെ കഴിയൂ. ദൈവമേ, ആശ്വാസം നൽകണമേ, ഈ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ഈ പ്രിയപ്പെട്ട അമ്മയുടെ മകൻ മോൻ പൗലോമറ്റം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അംഗമാണ്. മഹാകുടുംബ യോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി പങ്കെടുക്കുന്നു. പ്രിയപ്പെട്ട മോൻ്റെ അമ്മ എന്നുള്ള നിലയിലും ഞങ്ങൾ പ്രത്യേകമായി അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. മഹാകുടുംബയോഗത്തിൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങൾ ദൈവസന്നിധിയിലേക്ക് പോകുമ്പോൾ അവരെ മഹാകുടുംബയോഗത്തിൻ്റെ പതാക പുതപ്പിച്ച് ആദരിക്കുന്നു. ഇവിടെ പ്രവർത്തകർ മഹാകുടുംബയോഗത്തിൻ്റെ പതാക പുതപ്പിച്ച് പ്രിയപ്പെട്ട മാതാവിനെ ആദരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, രാജ്യം വരണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള തരണമേ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുത്. ഉപതറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പാപമരണമുള്ളവരെ പാപമരണത്തിൽ നിന്ന് രക്ഷിക്കുവാനായി ജഡപ്രകാരം മരിച്ച നല്ലവനും മരണമില്ലാത്തവനുമായുള്ളവയും അനിത്യമായി ലോകത്തിൽ നിന്നിന്റെ കരുണയുള്ള ശരണത്തിൽ വാങ്ങിപ്പോയിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി ഇപ്പോൾ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആത്മാവിൽ പൂർണ്ണമായ ആശ്വാസം ഇവൾക്ക് നീ സൗജന്യമായി കൊടുക്കണമേ. നിന്റെ രാജ്യത്തിനുള്ള വിരുന്നിൽ തോഴ്മക്കാരികളോടുകൂടെ ഇവളെ നീ ഇരുത്തണമേ. എന്തെന്നാൽ നീ ജീവനുള്ളവനും ജീവിപ്പിക്കുന്നവനുമാകുന്നുവല്ലോ. ഉത്തമനും മനുഷ്യരെ സ്നേഹിക്കുന്നവനുമായ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ഏകദൈവമേ നിനക്ക് എന്നേക്കും സ്തുതിയും ബഹുമാനവും കടപ്പെട്ടിരിക്കുന്നു. വാഴ്ത്തുകനാഥനെ എന്നാത്മാവേ ഹാലേലൂയ. ഓർക്കുക തൽപ്രതിദാനങ്ങൾ നാശമൊഴിച്ചവനം ചെയ്യും ഹാലേലൂയ. വേദനകൾക്കേകും ശമനം മറക്കുമോ. പോലെ പൊറോവൽ റൂഹോ കാദീശോ മനോലം മാതാമൽ മൂലം ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യും നോൻ എന്നിലമർന്നിടുമവനിൽ താൻ ഞാനും അമർന്നിടുമവസാനം. ജീവൻ ഞാനവനെ മോദിയ നിൻ മൊഴി നിറവേറ്റാൻ
വിശ്വാസമെഴും മൃതലോകം നിൻവരവിൻ ദിവസത്തിനായി നോക്കി പാർക്കുന്ന നാഥ, നിൻ പ്രത്യാശയിൽ നിദ്രിതരാം നിന്നടിയാരെ കർത്താവേ കൃപയാൽ ജീവിപ്പിക്കേണം. സ്തോമൻ കാലോ നാമെല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത എല്ലാ നല്ല ഉന്നതിയും ഇടവിടാതെ അർപ്പിക്കുവാനടിയങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതിയും. തൻ്റെ ദാസിയുടെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികകളിലും കാലങ്ങളിലും അടിയങ്ങളായുസോടു കൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ആദിയിലുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോട് കൂടെ വരുവാനിരിക്കുന്നവനുമായ മശിഹാ തമ്പുരാനെ, സംഖ്യാതീതമായ നിരകളും കടങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പാകെ പരിഭ്രമിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രൂപേന്മാരെ സ്ഥിരതയുടെ കണക്കണം സ്വർഗീയ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാളം നശിച്ചു പോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നുപോയ സർവ്വശരീരങ്ങളും വീണ്ടും സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെ സൃഷ്ടാവും നിർമ്മാതാവും എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് ഉത്തരം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസിയെ നിന്റെ വലത്തുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള നിന്റെ തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ള ആ വചനം ഞങ്ങളിലും ഈ നിന്റെ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിന്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുകയും ചെയ്യുമാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. സ്വർഗീയാംഗ്യം വത്സലരെ, ആത്മാത്തെ മെയ്യതിൽ നിന്നും നീക്കി നയിപ്പാൻ വാനവരെ വിട്ടിടുമാ സമയം ഘോരം. ദൂതന്മാരെ ദൂരെ കണ്ടാത്മാവന്തികവാസികളെ ശരണം പ്രാപിച്ചുടനേതൽ ചരിതത്തെ പരിശോധിപ്പൂ. പാപമലീമസമാണെങ്കിൽ താപമോടാത്മം കേഴുന്നു. സൽക്കർമ്മങ്ങളെ ദർശിച്ചാൽ ഉൾക്കുതുകത്തോടോതി വീണ്ടും. ദേവേശ നിന്തിരുമയ്യും രക്തവും എന്നെ നീതിറ്റി ന്യായസ്ഥാനത്തവ രണ്ടും ധൈര്യമെനിക്കേ കീഴട്ടെ. ന്മാരുടെ കൂട്ടത്തിൽ സ്തോത്രം ഞാൻ പാടും. സ്തോത്രം പോലവസാനദിനെ പാരും വാനും മായുമ്പോൾ താരം സകലം വീഴുമ്പോൾ ജ്യോതിർ നികരം നീങ്ങുമ്പോൾ നാഥാം
സാത്വികളോ തന്നെ കാത്തിടണം. വാഴ്ത്തും ഞാൻ നിന്നെ പാറയ്ക്കുമോ പോലെ പോലെ പുറവൽ റൂഹോ കാദീശോ. ഗത്തിൽ ലാസറിനും യായീറോസിൻ പുത്രിക്കും വിധവാനന്ദനും ജീവൻ ദാനം ചെയ്തൊരു ശബ്ദം നിന്നെ പുനരുത്ഥാനത്തിൽ മണ്ണിതിൽ നിന്നും ജീവിപ്പിക്കട്ടെ. ഇഷ്ടം ചെയ്തൊരു ധാർമ്മികർ തൻ പ്രാർത്ഥനയാലേ ജീവിത ലക്ഷ്യേവി ശ്രാമം നേടി അന്ത്യേ സർവേശ നിന്നുട കരുണാഭാജനമായി നിന്തിരുനാമം സ്തുതി ചെയ്യണമിവൾ പാർക്കുമോ പുറവൽ റൂഹോ കാദീശോ. എൻ ഗാത്രം ഭക്ഷിച്ചുയരലും രുതിരം പാനം ചെയ്തോനെ ഞാൻ വെടിയാശിയോളിൽ എന്നാൽ അവനെന്നും ജീവിപ്പാൻ ഞാൻ മൃതനായെന്നീശൻ ചൊന്നോരാവചനം സ്തുത്യം. യുദ്ധാനത്തിൽ സ്വർഗേ കാൺമാൻ കർത്താവേ ഭാഗ്യം നൽകിയിടേണം. നീതിവിധീശനോടാത്മാവേവം ചോദിടുന്നതു ഞാൻ കേട്ടേനല്ലോ. ദിഗതരെ പ്രതിനാഥായങ്ങേ ർപ്പിക്കും ബലികളിലെന്നെ രോധിക്കല്ലേ. പാപികളിന്നും ശിഷ്ടന്മാരെ വേറാക്കിടാനിരന്മാർ വന്നിടും ചിറകിൻ കീഴിൽ നാഥാ ചേർത്തിവളെ കാക്കുക നരകത്തീന്നും. ഇവളെ വിധിച്ചിടരുതേ നാഥാ ജീവിപ്പവരിലവൻ വിമലൻ ഇവളിൽ സ്ഥിതി ചെയ്തിടും നിന്നോഹരിയഗ്നിക്കിരയായി നൽകി ഡല്ലേ. ആർദ്രതയാൽ നാഥാദേവാദാസിക്ക് ഗണമേ പുണ്യം നിൻമഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവളെ. ഇവളെ ധർമ്മിഷ്ഠന്മാരോ തൻപാൽ നീ പാർപ്പിക്കണം. ദോഷത്തെ ഓർത്തിടാതെ വീഴ്ചകളെ മായിക്കണം. പ്രാർത്ഥന കേട്ടിവളെ പുണ്യം ചെയ്തോരോടം നാക്കേണം. ആ നിരയിൽ സ്തോത്രം നാഥാം പാടിടട്ടിവൾ നിൻ പേർക്കാരും ജീവിക്കുന്നോരും
വാഴ്ത്തിടും നിന്നെ എന്നും ആർദ്രതയാൽ നാഥാദേവാദാസിക്കേ ഗണമേ പുണ്യം നിൻമഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായിവളെ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളോ ഹാലേലുയ്യ, പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ. പോലെ ബ്രോവൽ റൂഹോ കാദീശോ മനോലം വാദാമുൽ വോലം ഉൽമീനമേ. ശരണത്താലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയെ നിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സ്തൗമൻ കാലോസ് കുറിയേലായി സ്വാധാതാവകമീരു ലോകം നിന്നധികാരം ദാനെങ്ങും ശ്രീവായാൽ ജീവിതരേഖ തൻപാൽ മുക്തി മൃതർക്കേകാരക്കുമോ. പോലെ ബ്രോവൽ റൂഹോ കാദീശോ സ്തോത്രം മൃതജീവ പ്രദരേ കബറിനേറ്റിടുന്നോനെ നിൻ പ്രേക്ഷകദാതനുമാമലൻ റൂഹായ്ക്കും ഹാലേലൂയ മൊറിയോറാകിൻ മേലൈനുവദാരഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലമാക്കണമേ. കർത്താവേ, നിന്റെ അവരെ നോക്കി പാർക്കുന്ന മരിച്ചുവരെപ്പെടുത്തണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും വഴിയിൽ അവരെ പാർപ്പിക്കണമേ. വന്നവനും വരുന്നവനും മനുഷ്യർപ്പിക്കുന്നതിനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശരീരങ്ങളും ആത്മാക്കളും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ പ്രത്യേകാൽ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെടുന്ന ഈ കർത്തൃദാസിയുടെ ആത്മാവോടും വിലാപത്തിലിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും കൂടെ ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നൽകിയ നിയോഗം പൂർത്തീകരിച്ച് ഈ പ്രിയപ്പെട്ട ദാസി ദൈവസന്നിധിയിലേക്ക് യാത്രയാവുകയാണ്. വളരെ ഭാഗ്യകരമായ ഒരു മരണമെന്ന് നമുക്ക് പ്രിയപ്പെട്ട കൊച്ചമ്മയുടെ മരണത്തെക്കുറിച്ച് സാക്ഷിക്കുവാനായിട്ട് സാധിക്കും. ദൈവികമായ പദ്ധതിയുടെ ഭാഗമായി വന്ദ്യനായ പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം തൻ്റെ ജീവിതത്തിലെ എല്ലാ ശുശ്രൂഷയും ഒരു മാതൃകാ അധ്യാപിക എന്നുള്ള നിലയിലും ഒരു നല്ല ബസ്കിയോമോ എന്ന നിലയിലും ഒരു ഗുരുവായും ഒരു ഉടമ്പടിക്കാഴിയായും ഒരുപോലെ പ്രവർത്തിച്ച് സമൂഹത്തിന് നല്ല സാക്ഷ്യം നൽകി ഈ ലോകത്തിൽ ജീവിച്ചു. അനേകായിരം വിദ്യാർത്ഥികൾക്ക് നല്ല മാതൃകയായി. ആത്മീയ സാക്ഷ്യം ഇടവകയ്ക്കും സമൂഹത്തിനും നൽകുവാനായിട്ട് സാധിച്ച മാതൃകാപരമായ ജീവിതത്തിൽ കൂടെ ദൈവം നൽകിയ മുഴുവൻ സമയവും ചെലവഴിച്ച് ഈ പ്രിയപ്പെട്ട കൊച്ചമ്മ യാത്രയാകുമ്പോൾ തന്നിലേൽപ്പിച്ച താലന്തുകളും ദൗത്യങ്ങളും ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണെന്നുള്ള നല്ല ബോധ്യം ഈ പ്രിയപ്പെട്ട ദാസിക്കുണ്ടായി. അതനുസരിച്ചുള്ള ആ ദൗത്യവും നിർവഹണവും പൂർണ്ണമായി നിർവഹിക്കുവാനായിട്ട് സാധിച്ചു എന്നത് നമുക്കെല്ലാവർക്കും നല്ല സാക്ഷ്യം നൽകുന്ന ഒരനുഭവമാണ്. ആ ഒരു നിലയിൽ ഈ പ്രിയപ്പെട്ട ദാസിയുടെ വേർപാട് ലൗകികമായി ഇന്നലെ വരെ സജീവമായി നമ്മോടുകൂടി ഉണ്ടായിരുന്ന സാന്നിധ്യത്തിൽ ഈ ലോകത്തിൽ നിന്ന് വേർപ്പെടുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടായെങ്കിലും തീർച്ചയായിട്ടും ദൈവസന്നിധിയിൽ ഒന്നിനായ അച്ഛൻ്റെ മധ്യസ്ഥതയോടൊപ്പം ആ ശുശ്രൂഷയുടെ പൂർണ്ണത സ്വർഗീയമായ അനുഭവത്തിൽ നിർവഹിക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് വിളിച്ചടുപ്പിച്ചിരിക്കുന്നു എന്നത് ആണ് ആ ഭാഗ്യാവസ്ഥ എന്ന് ഞാൻ പറയുവാൻ കാരണം. തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥത അണയ്ക്കുവാനും ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും
ഈ പ്രിയപ്പെട്ട കൊച്ചമ്മയും കൂടെ അച്ഛനോടൊപ്പം ചേരുന്നു എന്നതാണ് പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വാങ്ങിപ്പോയവരുന്നവർ അങ്ങനെയാകുന്നു എന്ന് നാം വിശ്വസിക്കുകയും സഭ പഠിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട ഈ കൊച്ചമ്മയുടെ വേർപാട് ദുഃഖിച്ചിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശ്വാസം നൽകുവാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എസ്ക്യൂമോ അസോസിയേഷന് വേണ്ടി ഇപ്പോൾ ബഹുമാനപ്പെട്ട യോഹൻ ശങ്കരത്തിലച്ചൻ മൃതശരീരത്തിങ്കൽ പുഷ്പചക്രം സമർപ്പിക്കുന്നു. ഞാനും ഈ ഭവനത്തിലെ സ്കറിയായും ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചതാണ്. KG കോളേജിലെ 86-88 ബാച്ചിലെ എല്ലാവിധ ആദരാഞ്ജലികളും ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ദൈവം വിലാപത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കട്ടെ. ബിംബങ്ങളുടെ പറുദീസയിൽ ദൈവം തമ്പുരാൻ ഈ ദാസിയെ നിവസിപ്പിക്കുവാൻ സംഗതിയാക്കട്ടെ. പ്രത്യാശയുടെ തീരത്ത് നമ്മുടെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ വീണ്ടും ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ ഈ പ്രിയപ്പെട്ട കൊച്ചമ്മ യാത്ര അയക്കുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളോ ഹാലേലൂയ്യ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ സൗഭാഗ്യം നിങ്ങൾക്കുത്ഥാനത്തിന്നാളിൽ ഉൾക്കൊണ്ടോരുയിരിൻ തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങൾ നിർത്തിയിടും വലഭാഗേ സ്തൗമൻ കാലോ അറിക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹത്വവും ഇടപെടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യന്മാരായി തീരണമേ. ചോരെ ജീവിപ്പിക്കുന്നവനും കവറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപതിമാരുടെ ന്യായാധിപതിമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസിയുടെ മരണാനന്തര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും അടിയങ്ങളായുസോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ആരാധനയും യോഗ്യമാകുന്നു. കുലകുന്യാവുമോ സഹതായ വിലവൽമേൻ. ആദിയിലുണ്ടായിരുന്നവൻ ഇപ്പോൾ ഉള്ളവനും നന്നേക്ക് നിലനിൽക്കുന്നവനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധമാലാകമാടുകൂടെ വരുമാനിക്കുന്നതിനുമായ മിശിഹാതമ്പുരാനെ സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വിറച്ചു കൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോപന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോകുകയും പാതാളം നശിച്ചു പോവുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയെ ദ്രവിച്ച് ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെ സൃഷ്ടാവ് നിർമ്മിതാവ് എന്ന നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിപ്രവചനകവും ഭയങ്കരവുമായ നിന്റെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്ന ആ സമയത്ത് നിന്നിലുള്ള പ്രത്യാശയോടെ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിയെ നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനിവനിലും ഞാൻ അവനിലും വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായി കൊണ്ട് അരുളി ചെയ്തിട്ടുള്ളതായ ആ വചനം ഞങ്ങളിലും ഈ ദാസിയിലും നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ വരേതിൻ്റെ വലത്ത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ പൗകൂലസുബാൻലവൽമിൻ പാർക്കുമോർ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളൊന്നും നീക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതര എവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നീങ്ങവരവരുയിരോടെഴുന്നേറ്റും ഉയരേകും നിന്നെ
സ്തുതി ചെയ്തിടുന്നു. ബാറക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ. എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തേറ്റു മരിച്ചതു ഞാൻ. എന്നും കർത്താതന്നരുളിന്നു മഹത്വം ഉന്നതങ്ങളിൽ സ്വർഗീയർക്കും താഴെ ഭൗമികർക്കും കബറുകളിൽ മൃതർക്കും തന്റെ സുഗന്ധവാസന അനുഭവമാക്കി തീർത്ത സുഗന്ധധൂപവും പരിമളവാസനയുമായ കർത്താവേ, നിന്റെ കൽപ്പനയാൽ യാത്രയാക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസിയുടെ ആത്മാവിനും നിന്നിൽ വിശ്വസിച്ചവരും നിന്റെ ശരണത്തിൽ നിദ്രാപിച്ചവരുമായ സകല മരിച്ചുപോയവർക്കും ഇപ്പോൾ ആശ്വാസാനുഭവവും പാപപരിഹാരത്തിന് സന്തോഷവും നൽകണമേ. നിന്റെ ശ്രേഷ്ഠത ഉദിക്കുകയും നിന്റെ ദൈവത്വം വെളിപ്പെടുകയും ചെയ്യുന്ന ദിവസത്തിൽ നിന്റെ വലത് ഭാഗത്ത് കുഞ്ഞാടുകൾ കൂടെ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ ഇവളെയും അർഹയാക്കി തീർക്കുകയും ചെയ്യണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ വരവനായി നോക്കി പാർക്കുന്ന മരിച്ചവരെ പുണ്യമാക്കണമേ. ബ്രാവിന്റെ ഇസാഖിന്റെ യാക്കോന്റെ മടിൽ അവരെ വസിപ്പിക്കണമേ. ഒന്നവനെ വരുന്ന മരിച്ചു ഉറപ്പിക്കുന്ന വാഴ്ത്തപ്പെട്ടവനാവുന്നുവെന്ന് ഒരുമിച്ചോട്ട് പറയുമാറാകണമേ. ആമേൻ. ബറഖ്മോർ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകപുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സമ്മതവും ആവാസവും നമ്മളെല്ലാവരുടെ മേലും വിശേഷിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് ദൈവവിളികേട്ട് മടങ്ങിയിട്ടുള്ള ഈ കർത്തൃദാസിയുടെ ആത്മാവിൻ്റെ മേലും നമ്മുടെ എല്ലാ വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. വന്ദരായ വൈദികരെ, ഈ ശവസംസ്കാര ശുശ്രൂഷയെ സംബന്ധിക്കുന്ന ഏവരുമേ വളരെയധികം വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി ഈ ലോകത്ത് ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് ഈ കൊച്ചമ്മ യാത്രയായിരിക്കുകയാണ്. മലങ്കര സഭയ്ക്ക് മറക്കാനാകാത്ത സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു മഹാകുടുംബമാണ് കാട്ടച്ചൻ്റെ കുടുംബം എന്ന് പറയുന്നത്. മലങ്കര സഭയുടെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിട്ടും സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗമായിട്ടും കൗൺസിൽ അംഗമായിട്ടും എല്ലാ തലങ്ങളിലും വളരെ സ്തുത്യർഹമായിട്ട് വിശ്വസ്തയോട് പ്രവർത്തിച്ച ആളായിരുന്നല്ലോ നമ്മുടെ കക്കാട്ടച്ചനെ. അച്ഛനെ മറക്കാനായിട്ട് ഈ നാടിനോ മലങ്കര സഭയ്ക്കോ സാധ്യമല്ല. അതുപോലെ ഈ കൊച്ചമ്മ എത്രയോ അധികം വിദ്യാർത്ഥികൾക്ക് അക്ഷരജ്ഞാനം നൽകി അവരെ ഉയർച്ചയുടെ പടവുകളിലേക്ക് നയിച്ചതാണ്. ഈ കുടുംബത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ ഇതൊരു അധ്യാപകരുടെ കുടുംബം, അനേകർക്ക് വെളിച്ചം പകർന്നു കൊടുത്ത ഒരു കുടുംബമാണ്. ഈ അമ്മയും ഈ കൊച്ചമ്മയും അത്തരത്തിൽ തനിക്ക് ലഭിച്ചതായ അവസരങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ട് വിനിയോഗിക്കാൻ തക്കവണ്ണം തൻ്റെ ജീവിതത്തിൽ അവസരം കൊടുത്തു. 70 ഏറെയാറ് 80-88 വയസ്സുവരെ ഈ ലോകത്ത് ജീവിപ്പാൻ തക്കവണ്ണം ഈ കൊച്ചമ്മയ്ക്ക് ഭാഗ്യം ലഭിച്ചു. മക്കളെല്ലാവരും നല്ല നിലയിലായിരിക്കുന്നു. അത് കണ്ട് ആനന്ദിപ്പാൻ തക്കവണ്ണം വന്ദനായ കക്കാട്ടച്ചനും ഈ കൊച്ചമ്മയ്ക്കും ദൈവത്തിന് അവസരം കൊടുത്തതിനെ ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. മരണം എന്ന് പറയുമ്പോൾ ഈ ലോകത്തു നിന്നുള്ള താൽക്കാലികമായ ഒരു വേർപാട്. മരണത്തെ വിട്ട് നമ്മളെല്ലാം ജീവനിലേക്ക് കടക്കേണ്ടവരാണെന്നുള്ള ഓർക്കണം. മരണം വഴിയായിട്ട് എൻ്റെ കർത്താവിനെ മുഖാമുഖമായി കഴിയുന്ന ആ സന്തോഷം മണവറയിലാക്കാണ് ഈ കൊച്ചമ്മ യാത്രയായിരിക്കുന്നത്. അബ്രഹാമിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോൻ്റെയും മടിയിൽ ഇമ്പങ്ങളുടെ പർദീസയിൽ ഈ കൊച്ചമ്മയെ വിശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഖില മലങ്കര ബെസ്ക്യാമ അസോസിയേഷൻ്റെയും പ്രത്യേകിച്ച് കോട്ടയം ഭദ്രാസന ബെസ്ക്യാമ അസോസിയേഷൻ്റെയും എല്ലാ ആദരവൊന്നിനുകളും ഈ സമയം നേരുന്നു. വന്യമാതാവേ, അങ്ങ് സമാധാനത്തോടെ പോകാം. ദൈവസന്നിധിയിൽ ഇമ്പങ്ങളുടെ പർദീസയിൽ ദൈവം ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ബെസ്ക്യാമ അസോസിയേഷൻ്റെ അനുശോചനം അറിയിക്കുന്നു. അഖില മലങ്കര ബെസ്ക്യാമ അസോസിയേഷന് വേണ്ടി പുഷ്പചക്രം സമർപ്പിക്കുകയും സമാശ്വാസ വാക്കുകൾ അറിയിക്കുകയും ചെയ്ത വന്ദനായ ജോൺ ശങ്കരത്തിൽ കോറപ്പിസ്കോപ്പ അച്ഛൻ, അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട പി ജേക്കബ് അച്ഛൻ,
വന്യ വൈദിക ശ്രേഷ്ഠമുള്ള പ്രത്യേകമായ ഭക്തിയാദരവ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം ഐസ ചെറിയാൻ തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അനുശോചനം അറിയിക്കും.